ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നപ്പോൾ ഒരു പതിവ് പോലെ ഒരു ഞായറാഴ്ചയാണ്. എന്താ രാവിലെ കുറേ അധികം ജോലി കഴിഞ്ഞിട്ടിരിക്കുന്നത്. വെള്ളം കുടിച്ച് പറമ്പൊന്നും നനഞ്ഞ കേട്ടോ. രാവിലെ തന്നെ കുളിയെ കഴിഞ്ഞു. ഞായറാഴ്ച അവിടെ രാവിലെ കുളിച്ച് വേറെ ജോലിയൊന്നുമില്ല, വേവിക്കാൻ കുക്കിംഗ് ഒന്നുമില്ല. എന്തായാലും ചോറൊക്കെ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് രാവിലെ കുളിയെ കഴിഞ്ഞ് ധ്യാനസിന് ട്യൂഷന് വിട്ടു. അപ്പോൾ അതാ ഇഷ്ടം കുറച്ചധികം പണിയുണ്ടായി. ചവിട്ടുപത്തള കഴുകിയിടാറുണ്ട്. അത് കഴുകിയിട്ട് ഒന്ന് അകത്തേക്ക് കയറിയേ ഉള്ളൂ. അപ്പോഴാണ് എൻ്റെ ഇൻട്രോ എടുക്കുന്നത്. രാവിലെ തൂപ്പ് പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ. തൂക്കം തുടങ്ങിയൊക്കെ ചെയ്ത് തുടച്ചില്ല, തുടയ്ക്കുന്നത് എന്തായാലും തുടച്ചാൽ. അപ്പോൾ ഇനി കുറച്ച് കിച്ചൺ നനങ്ങിയിട്ടില്ല. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി രാവിലെ നമ്മൾ കഴിച്ചു. ഇന്നലെ നമ്മൾ ലുലു പോയപ്പോൾ വാങ്ങിച്ച കേക്കാണ് കേട്ടോ. ഈ കേക്ക് ഞാൻ ലുലു പോയി എപ്പോഴും വാങ്ങിക്കും. പിന്നെ ധ്യാനൂസ് എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മലക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ വെക്കണം. ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ കട്ട് ചെയ്ത് ടിന്നുകളിലാക്കി വെക്കും ഗൈസ്. അത് തൂക്കാൻ ചവറുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മരം അങ്ങോട്ട് നിന്നത് അമ്മമ്മ മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചിട്ട് കൊടുത്തു. ഇനി ഇങ്ങോട്ടും കൂടെ കുറേ ഉണ്ട്. ബംബ്ലി മസ് എന്നൊക്കെ പറയും, പക്ഷേ അത് കഴിക്കാൻ കൊള്ളത്തില്ല ഇവിടുത്തത്. എന്താണെന്നറിയത്തില്ല. ഇഷ്ടംപോലെ കാ പിടിച്ചു, പക്ഷേ മധുരം കുറവാണ്. നല്ല കട്ടിയാണ് അകത്തുള്ള സാധനം. അങ്ങനെ അത് കുറേ മുറിച്ചിട്ടാണ്. അവിടെയും കുറേ ചവറൊക്കെ ഉണ്ട്. അതൊക്കെ തൂത്ത് തീയൊക്കെ ഇട്ട് ഇപ്പോഴത്തേക്ക് നല്ല വെയിലായി. ഇനി വയ്യ. ഇനി കുറച്ച് അകത്തുള്ള കുറച്ച് പരിപാടികളൊക്കെ ഇത് തൂക്കും തുടപ്പം കഴിഞ്ഞു കേട്ടോ. കാപ്പിപ്പൊടി കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ള കമൻറ്റ് ചെയ്യുക. ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്നിപ്പം പതിവ് പോലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിന് പോകുന്നുണ്ട്. വയലിൻ ക്ലാസ്. രണ്ടാഴ്ച കൂടുതലായിരുന്നു നമുക്ക് ക്ലാസ് വന്നിട്ട്. സാറിനെ കണ്ടിട്ട് നമ്മൾ കുറേ നാളായി. ഇന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 7 മണി തൊട്ടാണ്. അപ്പം നോക്കാം. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ പതിവ് പോലെ തന്നെ ഞാൻ ഇട്ടേക്കാം. ഓക്കെ. ായിട്ട് ഇതുപോലെ ചെറിയൊരു സ്റ്റാൻഡ്, ചെറുതല്ല, മീൻസ് സെൽഫി സ്റ്റിക്ക് പോലെ സ്റ്റാൻഡ് നമുക്ക് വേണമെങ്കിൽ വെച്ചിട്ട് ഹൈറ്റ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് തറയെ വീണിട്ട് ഒടിഞ്ഞു പോയിട്ട്. അപ്പോൾ പിന്നെ അത് ചേട്ടാ എൻ്റെ സ്വന്തം സഹോദരൻ എനിക്കിതൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ഞാനൊരു സ്റ്റാൻഡ് വാങ്ങി കേട്ടോ. ഇതെനിക്ക് വാങ്ങിച്ചത് എൻ്റെ സ്വന്തം ഭർത്താവ്. ഇതെനിക്ക് വാങ്ങിച്ചത്. ഇത് ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റും നമുക്ക് റീൽസൊക്കെ എടുക്കാം രാത്രിയൊക്കെ ആണെങ്കിലും. വലിയ സ്റ്റാൻഡാണെങ്കിലും ചെറുതാക്കി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ കുറെ അധികം തുണികൾ മടക്കാനും തേക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തേക്കാനായിട്ട് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, എല്ലാം പറക്കിയിട്ട് തേക്കാനായിട്ട് പോവാണ്. ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാം തേച്ച് മടക്കി റെഡിയാക്കി വെക്കാന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടോ. അപ്പൊ കുറെ അടുക്കും ചീട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തുണി തേക്കാനായിട്ട് ഇറങ്ങി. ധ്യാനൂസിനൊക്കെ യൂണിഫോം ആണ് കേട്ടോ. ഒരു ദിവസം യൂണിഫോം, ഒരു ദിവസം കളർ അങ്ങനെയാണ്. അപ്പൊ അതും ഒക്കെ തേച്ച് പറക്കി വെക്കാനായിട്ട് നിൽക്കുന്നത്. എനിക്ക് അതിന് ഡെയിലി യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് ഡെയിലി വേറെ കളർ ഡ്രസ് ആയതുകൊണ്ട് തന്നെ അതും തേച്ച് വെച്ചു. ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടൊക്കെയാണ് ഷർട്ടിന്റെ ബട്ടൺസ്. നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തേച്ച് പറക്കൊക്കെ വെച്ചിട്ട് വേറെ അടുത്ത് ജോലിയിലേക്ക് കിടക്കാൻ വേണ്ടി മലക്കറിയൊക്കെ അരിഞ്ഞു വെക്കണം. അപ്പോഴിതാ നോക്കുമ്പോൾ വെളിയിൽ ഭയങ്കര മഴ കേട്ടോ. എൻ്റെ ചവിട്ടുപത്തേക്ക് നനഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നല്ല വെയിലായിട്ട് നിന്നൊക്കെ അന്തരീക്ഷം പെട്ടെന്ന് മാറി മഴയോ ആയി. നല്ല മഴ പെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഓടിപ്പോയി അതൊക്കെ എടുത്ത് തിരിച്ചുകൊണ്ട് വെച്ച ശേഷമാണ് ബാക്കി തേച്ച് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇരുട്ടത്തിരുന്നു കേൾക്കാൻ. എന്തിനാണ് ഹലോ ഗായ്സ്, അപ്പോൾ തന്നെ തുണി തേപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മലക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം. ഇപ്പം തന്നെ ആയി, മണി 4 ഒന്നും ഉറങ്ങിയില്ല ഗൈസ്. അങ്ങനെ ചെയ്തപ്പോൾ അവിടെ നിന്ന് എനിക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കല്യാണം പറയാൻ വന്നു. നമ്മുടെ അഭിരാമി ജ്യോതി ഇതൊക്കെ നമ്മുടെ സ്വന്തം പിള്ളേരാണ്. അപ്പോൾ അവരൊക്കെ കല്യാണപ്രായമായി, കല്യാണം കഴിക്കാൻ പോകുന്നു. ഇന്നാളത്തെ പിള്ളേരാണ് അവരൊക്കെ. അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് അവിടെ നിന്ന് വന്നു കേട്ടോ. അങ്ങനെ അഭിരാമിയുടെ ഡിസംബർ 1 കല്യാണമാണ്. ലീവ് എടുക്കണം. കൊള്ളാം കേട്ടോ, നല്ല കല്യാണം ഇട്ടത്. ചെറുതാണ്. പയ്യൻ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഇപ്പോൾ വീട് താമസിക്കുന്നത്. ക്രിസ്റ്റൽ വെച്ചാണ് കല്യാണം. പിള്ളേരൊക്കെ വലുതായി, കല്യാണപ്രായമായി. കൊച്ചു പിള്ളേരായിരുന്നു നാളത്തെ. അപ്പം ഞാനും കുഞ്ഞോളും അവരുടെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനാണ് ഇവർ. ഇനി ജ്യോതിയുണ്ട്. ഇവരൊക്കെ ഉള്ളൂ ഞങ്ങളവിടുത്തെ ഏരിയയിലുള്ള നമ്മളടുത്ത പിള്ളേരെന്ന് പറയും. പിന്നെ മേലോട്ടൊക്കെ ഉണ്ട് പിള്ളേരുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് അരിഞ്ഞു വെക്കാനുള്ള മലക്കറിയും കാര്യങ്ങളും ഒക്കെ ഞാൻ ടിന്നുകളിലാക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണത്. പെട്ടെന്ന് അരിഞ്ഞു പറക്കി എല്ലാം വെക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള പണി വളരെ എളുപ്പമായിരിക്കും. ഒരു ടിന്നിലെടുക്കുക, ഒരു ദിവസം വയ്ക്കുക. ഇതാണ് എൻ്റെ ഹോബി. ഹലോ, അപ്പം ഞാനൊന്നൊരു ചെറിയ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിരിക്കാനായിട്ടോ. കാരണം ഫുള്ള് താനടിച്ച്. ഞാൻ പുറത്ത് പോയൊന്നും ചെയ്യാറില്ല, പാർലറിലൊന്നും പോകാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ അരിപ്പൊടിയും പഞ്ചസാരയും
കുറച്ച് പാലൊക്കെ ആയിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കേട്ടോ. അപ്പം ചെറിയ ഇതൊക്കെ അങ്ങ് പോവും, ടാനൊക്കെ ഉണ്ടെങ്കിൽ പോവും. അപ്പോൾ അതേ ചെയ്യാം. എന്നാലും നമ്മൾ ലുലു പോയപ്പോൾ എം സി കെൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് 1.25 കിലോ 299 രൂപ എന്ന് വെച്ചാൽ 300 രൂപ തന്നെ, എന്നാലും 1.25 കിലോ ആണ് കേട്ടോ. അപ്പോൾ അത് നല്ല ലാഭമുണ്ട്. അങ്ങനെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചായ ഇടണം. ഹലോ, അപ്പോൾ നമ്മൾ വയലിൻ ക്ലാസ്സിൽ പോവാണ് കേട്ടോ. മണി ഇപ്പോൾ എത്രയായി? 5:06 മണിയാവുന്നേ. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. പുറത്ത് നല്ല മഴ. നമ്മുടെ ലിയോ മച്ചാനിവിടെ കിടപ്പുണ്ട്. ലിയോ മച്ചാൻ ചവിട്ടത്തെ കഴുകിയിട്ടതെല്ലാം ഉണങ്ങാൻ പറ്റാതെ എനിക്കിങ്ങനെ കിടക്കണം. തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.